ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഓഫ് കട്ടർ വേരിയേഷനെ പറ്റിയിട്ടാണ്. നമുക്ക് 3 ടൈപ്പ് ഓഫ് കട്ടർ വേരിയേഷൻസ് ഹാർഡ് ടെന്നീസ് ഉപയോഗിച്ചും ലെതർ ബോൾ ഉപയോഗിച്ചും സോഫ്റ്റ് ടെന്നീസ് ഉപയോഗിച്ചും അറിയാം. എന്തൊക്കെയാണ് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ കാണാം. അപ്പോൾ നമ്മൾ ലെഗ് കട്ടർ ട്യൂട്ടോറിയൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓഫ് കട്ടർ ട്യൂട്ടോറിയൽ നമുക്ക് ഗ്രിപ്പിംഗ് ഒക്കെ ഏകദേശം സെയിം വരുന്നത് 3 വേരിയേഷൻസ് ഉണ്ട്. ഒന്ന് നമ്മൾ നോർമൽ ഗ്രിപ്പിംഗ്, ഈ 2 ഫിംഗേഴ്സും ക്ലോസ് ആക്കിയിട്ടുള്ള ഗ്രിപ്പിംഗ് ഓഫ് കട്ടറിന്റെ. ഒന്ന് വൈഡ് ഗ്രിപ്പിംഗ്, ഇത് എക്സ്ട്രാ ടേൺ കിട്ടാനാണ്. നമ്മൾ ലെഗ് കട്ടറിന്റെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എക്സ്ട്രാ ടേൺ കിട്ടാനായിട്ട് കുറച്ച് വൈഡ് ആക്കി പിടിക്കണമെന്ന്. ഓക്കെ, സെക്കൻഡ് ഗ്രിപ്പിംഗ്. പിന്നെ ഈ ഒറ്റ ഫിംഗർ നമ്മുടെ ഈ ചൂണ്ടുവിരലും മാത്രമുള്ള ഇൻഡെക്സ് ഫിംഗറിലും മാത്രമുള്ള ഹോൾഡിംഗ്. അപ്പൊ നമുക്ക് ഫസ്റ്റ് ഓഫ് കട്ടർ വേരിയേഷൻ നോക്കാം. ഇൻഡെക്സ് ഫിംഗറും മിഡിൽ ഫിംഗറും ക്ലോസ് ആക്കിയിട്ടുള്ള വേരിയേഷൻ ഉണ്ടാ. അപ്പോൾ രണ്ടാമത്തെ ഓഫ് കട്ടർ വേരിയേഷൻ എന്ന് പറഞ്ഞാൽ കുറച്ച് വൈഡ് ഗ്രിപ്പിംഗ്. ഇതാണ് ഗ്രിപ്പിംഗ് കേട്ടാ, അതാണ് പൊസിഷൻ. നമ്മുടെ ഇൻഡെക്സ് ഫിംഗർ മിഡിൽ ഫിംഗർ കുറച്ച് വൈഡ് ആയിട്ട് ഒരു ഗ്യാപ്പ് ഫീൽ ചെയ്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും. നമ്മുടെ ലെഗ് കട്ടർ ട്യൂട്ടോറിയലും പറഞ്ഞിട്ടുണ്ട് ഈ ഒരു വൈഡ് ഗ്രിപ്പിംഗിന്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് എക്സ്ട്രാ ബൗൺസും ഒരു എക്സ്ട്രാ ടേണും ബാറ്റ്സ്മാന് ഫീൽ ചെയ്യാൻ പറ്റും, ബോളേഴ്സും ഫീൽ ചെയ്യാൻ പറ്റും. നമ്മുടെ മൂന്നാമത്തെ വേരിയേഷൻ ആണ്. അതായത് ഈ ഒറ്റ ഫിംഗറിൽ മാത്രം നമ്മൾ ബോൾ കയ്യിൽ ഹോൾഡ് ചെയ്യും, പക്ഷെ ഈ ഒറ്റ ഫിംഗറിലാണ് നമ്മൾ ടേൺ ചെയ്യിക്കാൻ പോകുന്നത്. അതായത് ഡിപ്പ് ചെയ്യിക്കുക, ബോൾ ഡിപ്പ് ചെയ്ത് കുറച്ച് സ്ലോവർ ആയിട്ടാണ് വരിക ഓഫ് കട്ടർ. എപ്പോഴും ഒരു റൈറ്റ് ഹാൻഡ് ബാറ്റ്സ്മാൻ ആയിക്കോട്ടെ ലെഫ്റ്റ് ഹാൻഡ് ബാറ്റ്സ്മാൻ ആയിക്കോട്ടെ കുറച്ച് ടഫ് ആയിട്ടുള്ള ബോളാണത്. കാരണം ഈ ഒരു 2 വേരിയേഷനിലും ഇങ്ങനെ ക്ലോസ് ആയിട്ടുള്ള ഗ്രിപ്പിങ്ങും വൈഡ് ആയിട്ടുള്ള ഗ്രിപ്പിങ്ങും കുറച്ച് ക്യുക്കായിട്ടാണ് ബോൾ കട്ടാവുക. പക്ഷെ ഈ ഒരു ഗ്രിപ്പിംഗിൽ പറഞ്ഞെങ്കിൽ ബോൾ ഇങ്ങനെ എയറിൽ ഇങ്ങനെ ഡിപ്പ് ചെയ്ത് വരും. അതുകൊണ്ട് തന്നെ ബാറ്റ്സ്മാൻ ലോക്ക് ആവാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ഒരു റൈറ്റ് ഹാൻഡ് ബോളർ ആണെന്നുണ്ടെങ്കിൽ റൈറ്റ് ഹാൻഡ് ബാറ്റ്സ്മാൻ ഓഫ് കട്ടർ എറിയാതിരിക്കുന്നതായിരിക്കും ബെറ്റർ. കാരണം ഒരു റൈറ്റ് ഹാൻഡ് ബാറ്റ്സ്മാന്റെ ശൈലി കൂടുതലും ഓഫിലേക്കുള്ള ശൈലി, അല്ലെങ്കിൽ ഒരു ഹാർഡ് ടെന്നീസ് നോക്കാന്നുണ്ടെങ്കിൽ ഓഫ് സ്റ്റമ്പിലേക്കുള്ള കളി റൈറ്റ് ഹാൻഡ് ബാറ്റ്സ്മാൻ വളരെ കുറവായിരിക്കും. അതായത് ഈ ഒരു ആർസിൽ വന്ന ഇങ്ങോട്ടുള്ള കളികളായിരിക്കും കൂടുതലും. അപ്പോൾ ഒരു ഓഫ് കട്ടർ വേരിയേഷൻ എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഇങ്ങോട്ട് ബോഡിയിലേക്ക് ടേൺ ആവുന്ന വേരിയേഷൻ ഓഫ് കട്ടർ വേരിയേഷൻ. അപ്പോ കുറച്ച് എന്താ പറയാ, ബോൾ നോക്കാതെ കളിക്കുന്ന പല ബാറ്റ്സ്മാരുണ്ടായിരിക്കും. അവരൊരു ആർക്കിൽ വരെ ഈ ബാറ്റ് ബോളിൽ കണക്ട് ആവാൻ ചാൻസ് വളരെയധികം കൂടുതലാണ്. ഒരു റൈറ്റ് ഹാൻഡ് ബോളർ ഓഫ് കട്ടർ വേരിയേഷൻ ലെഫ്റ്റ് ഹാൻഡ് ബാറ്റ്സ്മാൻ അറിയുന്നതായിരിക്കും ഏറ്റവും എഫക്റ്റീവ്. കാരണം ഒരു ഭൂരിഭാഗം ലെഫ്റ്റ് ഹാൻഡ് ബാറ്റ്സ്മാൻമാരും കവേഴ്സിലേക്കുള്ള അല്ലെങ്കിൽ പോയിന്റിലേക്കുള്ള ഷോട്ട് കുറവായിരിക്കും. ഈ ഒരു ആർക്കിലേക്ക് അല്ലെങ്കിൽ ഇങ്ങോട്ട് കൺവേർട്ട് ചെയ്യുന്ന ബാറ്റ്സ്മാനായിരിക്കും ലെഫ്റ്റ് ഹാൻഡേഴ്സ് കൂടുതലും. റൈറ്റ് ഹാൻഡ് ബോളർ ലെഫ്റ്റ് ഹാൻഡ് ബാറ്റ്സ്മാൻ ഓഫ് കട്ടർ വേരിയേഷൻ അറിയാന്നുണ്ടെങ്കിൽ നമ്മുടെ ബോഡിയിൽ നിന്ന് എത്രയും അകന്നു പോകുന്നോ അത്രയും ടഫ് ആയിരിക്കും ബാറ്റ്സ്മാൻ കളിക്കാനായിട്ട്. ഒരു റൈറ്റ് ഹാൻഡ് ബാറ്റ്സ്മാൻ റൈറ്റ് ഹാൻഡ് ബോളർ ഓഫ് കട്ടർ വേരിയേഷൻ അറിയാണെങ്കിൽ ബാറ്റിലേക്ക് കണക്ട് ആവാൻ വളരെ ചാൻസ് കൂടുതലാണ്. എന്നാൽ ലെഫ്റ്റ് ഹാൻഡ് ബാറ്റ്സ്മാന് റൈറ്റ് ഹാൻഡ് ബോളർ ഓഫ് കട്ടർ വേരിയേഷൻ അറിയുമ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ടാണ് ബോൾ കട്ടാവുന്നത്. അപ്പോൾ അത് മിസ് ടൈം ആവാനും വിക്കറ്റിനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അതുപോലെ തന്നെ ഒരു ലെഫ്റ്റ് ഹാൻഡ് ബാറ്റ്സ്മാൻ ആയിക്കോട്ടെ റൈറ്റ് ഹാൻഡ് ബാറ്റ്സ്മാൻ ആയിക്കോട്ടെ, നമ്മൾ ബോളർ എപ്പോഴും ഉപയോഗിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞെങ്കിൽ മാക്സിമം ക്രീസ് യൂസ് ചെയ്ത് ബോൾ ചെയ്യുക. അതായത് വിക്കറ്റിനോട് ഭയങ്കര ക്ലോസ് ആയി ബോൾ ചെയ്യാതെ നമുക്ക് എത്രയും ക്രീസ് യൂസ് ചെയ്യാൻ പറ്റുന്നു അത്രയും ക്രീസിൽ യൂസ് ചെയ്ത് ബോൾ ചെയ്യാന്നുണ്ടെങ്കിൽ ബാറ്റ്സ്മാൻ കുറച്ച് ടഫ് ആയിരിക്കും ബാറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇന്നത്തെ ഓഫ് കട്ടറിന്റെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് ക്രിക്കറ്റ് വീഡിയോസിനായിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുക, ഫോളോ ചെയ്യുക. താങ്ക് യു.